നമസ്കാരം. സ്പേസ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആവർത്തന ചോദ്യങ്ങൾ. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 41/2024 ജൂനിയർ അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് നടന്ന എക്സാമിൻ്റെ ആൻസർ കേസാണ്. ഫൈനൽ ആൻസർ കീയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. അതുകൂടാതാണ് ഇതിൻ്റെ കൂടെ 42/24 ഡിഗ്രി പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻസാണത്. അതും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ടാവും. അപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പോർച്ചുഗീസുകാർ കേരളത്തിന് ധാരാളം സംഭാവനകൾ നൽകി. താഴെ പറയുന്നവയിൽ പോർച്ചുഗീസുകാരുടെ സംഭാവന അല്ലാത്തത് ഏതാണ്? പോർച്ചുഗീസുകാർ കേരളത്തിന് ധാരാളം സംഭാവനകൾ നൽകി. താഴെ പറയുന്നവയിൽ പോർച്ചുഗീസുകാരുടെ സംഭാവന അല്ലാത്തത് ഏതാണ്? ഒന്നാമത്തെ പ്രസ്താവന, അവർ കുരുമുളകിൻ്റെയും ഇഞ്ചിയുടെയും ശാസ്ത്രീയമായ കൃഷി പ്രോത്സാഹിപ്പിച്ചു. 2, അവർ കൊച്ചി, അങ്കമാലി, വൈപ്പിൻ കോട്ട എന്നിവിടങ്ങളിൽ ദൈവശാസ്ത്ര സെമിനാറുകളും കോളേജുകളും സ്ഥാപിച്ചു. അവർ കൊച്ചിയിൽ ബോൾഗാട്ടി കൊട്ടാരം പണിതു. പുകയില, പൈനാപ്പിൾ, പപ്പായ തുടങ്ങിയ പുതിയ കാർഷിക ഉൽപ്പന്നങ്ങൾ അവർ അവതരിപ്പിച്ചു. ഇതിൽ പോർച്ചുഗീസുകാരുടെ സംഭാവനയല്ലാത്തത് ഏതാണ്? പോർച്ചുഗീസുകാരുടെ സംഭാവന അല്ലാത്തത് ഏതാണ്? നമ്മുടെ സിലബസിനകത്ത് യൂറോപ്യന്മാരുടെ ആഗമനം എന്നൊരു പോർഷനുണ്ട്. അതിൽ നിന്ന് വരുന്നിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ ടൈപ്പ് ചോദ്യങ്ങൾ, പോർച്ചുഗീസുകാരെ പറ്റിയുള്ള ഈ ഒരു ചോദ്യം. ഇതിൻ്റെ ഉത്തരം എന്താണ്? ആൻസർ നമുക്ക് പറയാം. ആൻസർ ഓപ്ഷൻ സി ആണ്. മൂന്നാമത്തേതാണ് സംഭാവന അല്ലാത്തത്. ഓക്കെ, അപ്പോൾ പോർച്ചുഗീസുകാരുടെ സംഭാവനകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയേക്കാം. പോർച്ചുഗീസുകാർ കുരുമുളകിൻ്റെയും ഇഞ്ചിയുടെയും ശാസ്ത്രീയ കൃഷിരീതി പ്രോത്സാഹിപ്പിച്ചു. പോർച്ചുഗീസുകാർ കുരുമുളകിൻ്റെയും ഇഞ്ചിയുടെയും ശാസ്ത്രീയമായ കൃഷിരീതിയാണ് പ്രോത്സാഹിപ്പിച്ചത്. പോർച്ചുഗീസുകാർ കൊച്ചി, അങ്കമാലി, വൈപ്പിൻ കോട്ട എന്നിവിടങ്ങളിൽ ദൈവശാസ്ത്ര സെമിനാറുകളും കോളേജുകളും സ്ഥാപിച്ചു. പുകയില, പൈനാപ്പിൾ, പപ്പായ തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങൾ അവർ അവതരിപ്പിച്ചു. ഈ 3 പോയിന്റ്സും പോർച്ചുഗീസുകാരുടേതാണ്. നമ്മുടെ ആൻസർ ഇവിടെ ഓപ്ഷൻ സി ആണ്. ഓക്കെ, പോർച്ചുഗീസുകാരുടെ സംഭാവനകൾ അപ്പോൾ എന്തൊക്കെയാണ്? അവർ കുരുമുളകിൻ്റെയും ഇഞ്ചിയുടെയും ശാസ്ത്രീയമായ കൃഷിരീതി പ്രോത്സാഹിപ്പിച്ചു. അവർ കൊച്ചി, അങ്കമാലി, വൈപ്പിൻ കോട്ട എന്നിവിടങ്ങളിൽ ദൈവശാസ്ത്ര സെമിനാറുകളും കോളേജുകളും സ്ഥാപിച്ചു. പുകയില, പൈനാപ്പിൾ, പപ്പായ തുടങ്ങിയ പുതിയ കാർഷിക ഉൽപ്പന്നങ്ങൾ അവർ അവതരിപ്പിച്ചു. ഇനി 2024-2021 ഡിഗ്രി പ്രിലിംസ് ക്വസ്റ്റ്യൻസ് ഇതിന് പുറകെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി വരാൻ പോകുന്ന വീഡിയോസും കൂടി കാണുക. നെക്സ്റ്റ് നോക്കാം. രണ്ടാമത്തെ ചോദ്യം, തിരുവിതാംകൂറിലെ റാണി സേതുലക്ഷ്മി ബായിയുടെ ചില ഭരണപരിഷ്കാരങ്ങൾ ചുവടെ വിവരിക്കുന്നു. അവ കാലക്രമത്തിൽ ക്രമീകരിക്കുക. ഒന്നാമത്തെ പ്രസ്താവന, ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി. തിരുവനന്തപുരം നഗരം വൈദ്യുത ദീപങ്ങളാൽ പ്രകാശപൂരിതമായി. മൃഗബലി നിരോധിച്ചു. പിതൃതല അണുകുടുംബ സമ്പ്രദായം അവതരിപ്പിച്ചു. ചോദ്യം ഒന്നുകൂടി, തിരുവിതാംകൂർ റാണി സേതുലക്ഷ്മി ബായിയുടെ ഭരണപരിഷ്കാരങ്ങളാണ്. അവ കാലക്രമത്തിൽ ക്രമീകരിക്കുക എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. ആദ്യം വരുന്നത് മൃഗബലി നിരോധിച്ചു എന്നുള്ളതാണ്. പിന്നീട് ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി. അടുത്തത് പിതൃതല അണുകുടുംബ സമ്പ്രദായം അവതരിപ്പിച്ചു. പിന്നീടാണ് തിരുവനന്തപുരം നഗരം വൈദ്യുത ദീപങ്ങളാൽ പ്രകാശപൂരിതമായി. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ താഴെ പറയുന്ന പ്രസിഡന്റുമാരെ അവരുടെ പ്രസിഡന്റ്ഷിപ്പിൻ്റെ വർഷങ്ങളുമായി പൊരുത്തപ്പെടുത്തുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ താഴെ പറയുന്ന പ്രസിഡന്റുമാരെ അവരുടെ പ്രസിഡന്റ്ഷിപ്പിൻ്റെ വർഷങ്ങളുമായി പൊരുത്തപ്പെടുത്തുക എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ ഹക്കീം അജ്മൽ ഖാൻ, അബ്ദുൽ കലാം ആസാദ്, മഹാത്മാഗാന്ധി, വല്ലഭായ് പട്ടേൽ, ഇത്രയും പേരുടെ അവരുടെ വർഷങ്ങളുമായി നമുക്ക് പൊരുത്തപ്പെടുത്താം. ആൻസർ ഓപ്ഷൻ ഡി ആണ്. അതായത് ഹക്കീം അജ്മൽ ഖാൻ 1921 ഹക്കീം അജ്മൽ ഖാൻ 1921. അബ്ദുൽ കലാം ആസാദ് ഇന്റർനാഷണൽ കോൺഗ്രസിന് പ്രസിഡൻ്റായിരുന്ന വർഷം ഏതാണ്? അബ്ദുൽ കലാം ആസാദ് ഏത് വർഷമായിരുന്നു
അബ്ദുൽ കലാം ആസാദ് 1923 അബ്ദുൽ കലാം ആസാദ്. അടുത്തത് മഹാത്മാഗാന്ധിയുടേത് 1924 ബൽഗാം സമ്മേളനം. മഹാത്മാഗാന്ധിയുടേത് 1924. വല്ലഭായ് പട്ടേലിൻ്റെ നിന്നാണ് 1931. ഓക്കെ, ഒന്നുകൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ താഴെ പറയുന്ന പ്രസിഡന്റുമാരെ അവരുടെ പ്രസിഡൻഷിപ്പിൻ്റെ എപ്പോഴാണ് ഒരു പ്രസിഡൻസ് ആയിരുന്നത് ആ സമയത്ത് വർഷങ്ങളുമായൊന്ന് പൊരുത്തപ്പെടും, അല്ലെങ്കിൽ ഏത് വർഷമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ പ്രസിഡന്റുമാർ ആയിട്ടുള്ളവരൊക്കെ. ഒന്നാമത്തേത് ഹക്കീം അജ്മൽ ഖാൻ 1921 അബ്ദുൽ കലാം ആസാദ് 1923. മഹാത്മാഗാന്ധി 1924. വല്ലഭായ് പട്ടേൽ 1931. ഹക്കീം 21. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ പത്രങ്ങളും അതിൻ്റെ സ്ഥാപകരും താഴെ കൊടുക്കുന്നു, അവരിൽ നിന്ന് തെറ്റായ ജോഡി കണ്ടെത്തുക. ഇന്ത്യൻ പത്രങ്ങളും അതിൻ്റെ സ്ഥാപകരും താഴെ കൊടുക്കുന്നു, അവരിൽ നിന്നും തെറ്റായ ജോഡി എടുത്തെഴുതുക. ആൻസർ തെറ്റായ ജോഡി ഓപ്ഷൻ ഡി ആണ് ആൻസർ. തെറ്റായ ജോഡി എന്ന് പറയുന്ന 4-ാമത്തതാണ്. അപ്പോൾ തെറ്റായ ജോഡി. ഓക്കെ, ബംഗാൾ ഗസറ്റ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി, നമുക്കറിയാം അല്ലേ, ശരിയായ കാര്യമാണിത്. ഇന്ത്യൻ പത്രങ്ങളാണ് അവരുടെ സ്ഥാപകർ. ബംഗാൾ ഗസറ്റ് എന്ന പത്രം ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയുടേതാണ്. സംവാദ് കൗമുദി അറിയാം, രാജാറാം മോഹൻ റോയുടേതാണ്. ഹിന്ദു പാട്രിയോട്ടും മധുസൂദൻ റേയുടേതാണ്. ഒന്നുകൂടി, ബംഗാൾ ഗസറ്റ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ്. ബംഗാൾ ഗസറ്റ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ്. സംവാദ് കൗമുദി രാജാറാം മോഹൻ റോയ്. ഹിന്ദു പാട്രിയോട്ട് മധുസൂദൻ റേ. ഇത് മൂന്നും ശരിയായ പ്രസ്താവനകളാണ്. ഇത് മൂന്നും നമുക്ക് പഠിച്ചു വയ്ക്കാം. ബംഗാൾ ഗസറ്റ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി, സംവാദ് കൗമുദി രാജാറാം മോഹൻ റോയ്, ഹിന്ദു പാട്രിയോട്ട് റേ ആണ് അല്ലേ, മധുസൂദൻ റേ ആണ്. പാട്രിയോട്ടിൻ്റെ റേ ആണ്, പാട്രിയോട്ടും റേയും കൂടാണ്, പാട്രിയോട്ട് റേ. അപ്പോൾ അങ്ങനെ ഇന്ത്യൻ പത്രങ്ങൾ അവരുടെ സ്ഥാപകരെയും 3 പേരെ പഠിച്ചു വയ്ക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇംഗ്ലീഷ് വായിക്കേണ്ടവർക്ക് ഇംഗ്ലീഷ് അത് പോസ് ചെയ്തിട്ട് വായിക്കാം, അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്യാതെ അതിനെ വിടുന്നത്. ഓക്കെ, ഇവിടെ അവകാശവാദവും കാരണവുമുണ്ട്. അവകാശവാദം അതിൽ പാണ്ഡകളെ സമ്മാനിച്ചുകൊണ്ട് സൗഹൃദത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും പ്രതീകമായി ചൈന USA-യും യൂറോപ്പുമായും പാണ്ഡ നയതന്ത്രം പ്രഖ്യാപിച്ചു. അതിൻ്റെ കാരണം USA-യുമായി ഔദ്യോഗിക നയതന്ത്ര ബന്ധം സ്ഥാപിക്കാൻ ചൈന പിങ് പോങ് നയതന്ത്രം പ്രഖ്യാപിക്കുകയും ടേബിൾ ടെന്നീസ് ടീമിനെ അയക്കുകയും ചെയ്തു. ഇതിലിവിടെ അവകാശവാദവും കാരണവും എയും ആറും എങ്ങനെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. 5-ാമത്തെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. എയും ആർ എന്നിവ ശരിയാണെന്നാൽ എയുടെ ശരിയായ വിശദീകരണമല്ല ആർ എന്നുള്ളത്. എ എന്ന പ്രസ്താവനയും ആർ എന്ന പ്രസ്താവനയും ശരിയാണ്. അതായത് അവകാശവാദവും കാരണവും ശരിയാണ്, രണ്ടും ശരി പ്രസ്താവനകൾ. പക്ഷേങ്കിൽ എയുടെ ശരിയായ വിശദീകരണമല്ല ആർ എന്നുള്ളത്, ഇതിൻ്റെ വിശദീകരണമല്ല ആർ എന്നുള്ളത്. പക്ഷേങ്കിൽ എ ഒറ്റയ്ക്ക് എന്നാൽ ശരിയാണ്, ബിയും ശരിയാണ്. അവകാശവാദവും കാരണവും ശരിയാണ്, രണ്ടും ശരിയാണ്. എന്നാൽ എയുടെ ഉത്തരമല്ല ആർ, ശരിയായ ഉത്തരമല്ല ആർ എന്നുള്ളത് അല്ലേ. ഇവിടെ എ എന്ന് പറയുമ്പോൾ പാണ്ഡകളെ സമ്മാനിച്ചുകൊണ്ട് സൗഹൃദത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും പ്രതീകമായി ചൈന USA-യും യൂറോപ്പുമായും പാണ്ഡ നയതന്ത്ര ബന്ധം പ്രഖ്യാപിച്ചു. പാണ്ഡ ബന്ധം. ഇനി മറ്റൊരു പോയിന്റ്, USA-യുമായി ഔദ്യോഗിക നയതന്ത്ര ബന്ധം സ്ഥാപിക്കാൻ ചൈന പിങ് പോങ് നയതന്ത്രം പ്രഖ്യാപിക്കുകയും ടേബിൾ ടെന്നീസ് ടീമിനെ അയക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ എന്ത് പറയുന്നത്, എയുടെ ശരിയായ ഉത്തരമല്ല, വിശദീകരണമല്ല ആർ എന്നുള്ളത്. ഓക്കെ, എന്ന 2 പ്രസ്താവനകളും ശരിയുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. 2023 മെയ് മാസത്തിൽ ഡൽഹിയിലെ നാഷണൽ ഗാലറി ഓഫ് മോഡേൺ ആർട്ട് നടന്ന ഒരു തീമാറ്റിക് എക്സിബിഷനാണ് ജനശക്തി, എ കളക്റ്റീവ് പവർ. ഇതിനെ സംബന്ധിച്ച് ഏത് പ്രസ്താവനകളാണ് തെറ്റുള്ളത്? 2023 മെയ് മാസത്തിൽ
ജനശക്തി നോക്കുക. ഇതിലെ തെറ്റ് പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 4ഉം തെറ്റ് പ്രസ്താവനകളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ശരി മാത്രം വായിക്കാം. എക്സിബിഷൻ ഇന്ത്യയുടെ കലാവൈവിധ്യത്തെ ആഘോഷിക്കുന്നു. എക്സിബിഷൻ ഇന്ത്യയുടെ കലാവൈവിധ്യത്തെ കലയുടെ വ്യത്യാസങ്ങളെ കലാവൈവിധ്യത്തെ ആഘോഷിക്കുന്നു. എക്സിബിഷൻ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ പല കലാരൂപങ്ങളെയാണ് ഇവിടെ പ്രദർശിപ്പിച്ച് വെക്കുക. സ്വച്ഛ ഭാരത് തീം ഒരു കലയായി ചിത്രീകരിച്ച് അവിടെ പ്രദർശിപ്പിച്ചു. സ്വച്ഛ ഭാരത് തീം ഒരു കല ആയി ചിത്രീകരിച്ച് അവിടെ പ്രദർശിപ്പിച്ചു. അതായത് ജനശക്തി എ കളക്റ്റീവ് പവർ എന്നുള്ള എക്സിബിഷനിലാണ്, തീമാറ്റിക് എക്സിബിഷനിലാണ് ഇത് നടക്കുന്നത്. ജനശക്തി നടക്കുന്ന എവിടെയാണ്? ഡൽഹിയിലെ നാഷണൽ ഗാലറി ഓഫ് മോഡേൺ ആർട്ട് നടക്കുന്ന സംഭവമാണിത്. അവിടുത്തെ ഒരു തീമാറ്റിക് എക്സിബിഷനിലാണ്. എൻ്റെ എക്സിബിഷൻ്റെ ഹെഡിങ് അല്ലെങ്കിൽ പേരെന്താണ്? ജനശക്തി എ കളക്റ്റീവ് പവർ എന്നാണ്. അവിടെ നടന്ന പരിപാടിയിൽ എന്ത് കാണിച്ചു അല്ലേ? അവിടെയാണ് ഇത് നടക്കുന്നത്. എക്സിബിഷൻ ഇന്ത്യയുടെ ഒരു കലാവൈവിധ്യത്തെ ആഘോഷിക്കുന്നു അല്ലേ? അതായത് ആ എക്സിബിഷൻ ഇന്ത്യയിലുള്ള പലതരത്തിലുള്ള കലകളെയാണ് അവിടെ പ്രദർശിപ്പിച്ചിരുന്നത്. സ്വച്ഛ ഭാരത് തീം ഒരു കലയായി ചിത്രീകരിച്ച് പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത് 2 പോയിന്റ്സും ഇതിനെക്കുറിച്ചുള്ള ശരിയായ പോയിന്റ്സാണ്. ഓക്കെ, അടുത്തത് താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ ഭാഗമല്ലാത്തത്? ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ ഭാഗം അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഉത്കൽ സമതലം. ഉത്കൽ സമതലം ഭാഗമല്ലാത്തത് ഉത്കൽ സമതലമാണ് ആൻസർ. അപ്പോൾ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെ ഇവിടെ കിടപ്പുണ്ട്? കൊങ്കൺ സമതലം, കച്ച് സമതലം, കത്തിയവാർ പെനിൻസുല. അപ്പോൾ കൊങ്കൺ സമതലം, കച്ച് സമതലം, കത്തിയവാർ പെനിൻസുല ഇതൊക്കെ എന്താണ്? ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ ഭാഗങ്ങളാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ ഭാഗങ്ങളാണ്. ഇവിടുത്തെ ആൻസർ അപ്പോൾ അല്ലാത്ത ഭാഗം ഏതാണ്? ആൻസർ നമുക്കിവിടെ ഉത്കൽ സമതലമാണ് അല്ലാത്ത ഭാഗം. ഓക്കെ, അപ്പോൾ പഠിക്കുമ്പോൾ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? കൊങ്കൺ സമതലം, കച്ച് സമതലം, കത്തിയവാർ പെനിൻസുല. കൊങ്കൺ സമതലം, കച്ച് സമതലം, കത്തിയവാർ പെനിൻസുല എന്നിവയാണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമുദ്രത്തിൻ്റെ ഭാഗങ്ങൾ. ഓക്കെ, ഇവിടുത്തെ ആൻസർ നമുക്ക് എന്താണ്? ഡി ആണ് നമ്മുടെ ആൻസർ. അടുത്തത് വെസ്റ്റേർലീസിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. വെസ്റ്റേർലീസ് കാറ്റുകളില്ലേ, വെസ്റ്റേർലീസിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റായ പ്രസ്താവന എന്ന് പറയുമ്പോൾ ഇവിടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് തെറ്റായ പ്രസ്താവന. ഓക്കെ, ഓപ്ഷൻ സി ആണ് തെറ്റായ പ്രസ്താവന. അപ്പോൾ ബാക്കി നോക്കാം നമുക്കൊന്ന് വെസ്റ്റേർലിനെ കുറിച്ച്. ഈ കാറ്റ് വെസ്റ്റേർലീസ് എന്ന് പറയുന്ന കാറ്റ് തെക്കൻ അർദ്ധഗോളത്തിൽ വടക്ക് പടിഞ്ഞാറ് നിന്ന് തെക്ക് കിഴക്കോട്ട് വീശുന്നു. വെസ്റ്റേർലീസ് എന്ന് പറയുന്ന കാറ്റ് തെക്കൻ അർദ്ധഗോളത്തിൽ വടക്ക് പടിഞ്ഞാറ് നിന്നും തെക്ക് കിഴക്കോട്ട് വീശുന്നു. തെക്കൻ അർദ്ധഗോളത്തിൽ വടക്ക് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് വീശുന്നവയാണ് വെസ്റ്റേർലീസ്. വടക്ക് പടിഞ്ഞാറ് നിന്നും തെക്ക് കിഴക്കോട്ട് വീശുന്നു. വെസ്റ്റേർലീസ് വടക്ക് പടിഞ്ഞാറ് നിന്നും വടക്ക് മീൻസ് നോർത്ത് വെസ്റ്റ് നിന്നും തെക്ക് കിഴക്കോട്ട് വീശുന്ന കാറ്റുകളാണ് എന്ത്? വെസ്റ്റേർലീസ് കാറ്റുകൾ. തെക്കൻ അർദ്ധഗോളത്തിൽ ഈ കാറ്റ് വെസ്റ്റേർലീസ് എന്ന് പറയുന്ന കാറ്റ് തെക്കൻ അർദ്ധഗോളത്തിൽ വടക്ക് പടിഞ്ഞാറ് നിന്നും നോർത്ത് വെസ്റ്റ് നിന്നിട്ടും എങ്ങോട്ട് വീശുന്നു? സൗത്ത് ഈസ്റ്റിലേക്ക് വീശുന്ന കാറ്റ്. നോർത്ത് വെസ്റ്റിൽ നിന്ന് സൗത്ത് ഈസ്റ്റിലേക്കാണ് ഈ കാറ്റ് വീശുക. വെസ്റ്റേർലീസ് നോർത്ത് വെസ്റ്റിൽ നിന്ന് സൗത്ത് ഈസ്റ്റിലേക്ക്, വടക്ക് പടിഞ്ഞാറ് നിന്നും തെക്ക് കിഴക്കോട്ട്, തെക്ക് കിഴക്കോട്ട് വീശുന്ന കാറ്റാണ് എന്ത്? വെസ്റ്റേർലീസ് കാറ്റുകൾ. അടുത്ത പോയിന്റ്, അത് വ്യാപാരക്കാറ്റിന് എതിരായി വീശുന്നു. വ്യാപാരക്കാറ്റുകൾക്കെതിരായി വീശുന്നവയാണെന്ത്? വെസ്റ്റേർലീസ് കാറ്റുകൾ. ഇനി മൺസൂൺ മൂലം കിഴക്കൻ ഏഷ്യയിൽ കാറ്റിൻ്റെ പ്രഭാവം തകർന്നിരിക്കുന്നു. മൺസൂൺ മൂലം കിഴക്കൻ ഏഷ്യയിൽ കാറ്റിൻ്റെ പ്രഭാവം തകർന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെ ജോഗ്രഫിക്കൽ പാർട്ടാണ് എന്തത്? വെസ്റ്റേർലീസ് എന്ന് പറഞ്ഞ കാറ്റിൻ്റെ പ്രഭാവം പഠിക്കണം അല്ലേ? വെസ്റ്റേർലീസ് എന്ന കാറ്റിൻ്റെ പ്രഭാവം പഠിക്കണം. വെസ്റ്റേർലീസ് എന്ന കാറ്റ്. നെക്സ്റ്റ് ഡേ നമുക്ക് നോക്കാം. വെസ്റ്റേർലീസിനെ കുറിച്ച് തെറ്റായ സംഭവം ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. വെസ്റ്റേർലീസിന് ശരി പ്രസ്താവന എന്തൊക്കെയായിരുന്നു? ഒന്നാമത്തെ പ്രസ്താവന, ഈ കാറ്റ്
തെക്കൻ അർദ്ധഗോളത്തിൽ വടക്ക് പടിഞ്ഞാറ് നിന്നും തെക്ക് കിഴക്കോട്ട് വീശുന്നു ഒരെണ്ണം. അടുത്തത് അത് വ്യാപാരക്കാറ്റിന് എതിരായി വീശുന്നു. ആര്? വെസ്റ്റേർലീസ് കാറ്റുകൾ വ്യാപാരക്കാറ്റിന് എതിരായി വീശുന്നു. മൺസൂൺ മൂലം കിഴക്കൻ ഏഷ്യയിൽ കാറ്റിൻ്റെ പ്രഭാവം തകർന്നിരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ വായുവിൻ്റെ നിരയിലെ ഓസോൺ സാന്ദ്രതയുടെ കനം ഡാഷിൽ രേഖപ്പെടുത്തുന്നു. വായുവിൻ്റെ നിരയിലെ ഓസോൺ സാന്ദ്രതയുടെ കനം ഡാഷിൽ രേഖപ്പെടുത്തുന്നു. ആൻസർ ഏതാണ്? ഡോപ്സൺസ് യൂണിറ്റ് ആണ്. വായുവിൻ്റെ നിരയിലെ ഓസോണിൻ്റെ സാന്ദ്രത അത് രേഖപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ചിട്ടാണ്? ഡോപ്സൺസ് യൂണിറ്റ് ആണ്. ഓസോൺ സാന്ദ്രതയുടെ കനം എന്താണ്? ഡോപ്സൺസ് യൂണിറ്റ്. ഓസോൺ സാന്ദ്രത ഡോപ്സൺസ് യൂണിറ്റ്. അടുത്തത് ഭൂമിയുടെ ആന്തരിക ഘടനയെക്കുറിച്ചുള്ള യഥാർത്ഥ പ്രസ്താവന തിരിച്ചറിയുക. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. യഥാർത്ഥ പ്രസ്താവന ഏതൊക്കെയാണ്? 1ഉം 3ഉമാണ് യഥാർത്ഥം. ഭൂമിയുടെ ആന്തരിക ഘടനയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉം. ഏറ്റവും ആഴമേറിയതും ആക്സസ് ചെയ്യാൻ കഴിയാത്തതുമായ മേഖലയാണ് കാമ്പ്. ഭൂമിയുടെ ആന്തരിക ഘടന പറയുമ്പോൾ അതിൽ മാൻറ്റിലും ഒക്കെ ഉണ്ടല്ലോ അതിനകത്തിൽ. അപ്പോൾ അങ്ങനെ ഭൂവൽക്കം, മാൻറ്റില്, കാമ്പതിനകക്കാം, പുറക്കാമ്പും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഇവിടെ നോക്കുമ്പോൾ ശരികൾ ഏതൊക്കെയാണ്? പ്രസ്താവനകൾ യഥാർത്ഥ പ്രസ്താവന ഏതൊക്കെയാണ്? ഏറ്റവും ആഴമേറിയതും ആക്സസ് ചെയ്യാൻ കഴിയാത്തതുമായ മേഖലയാണ് കാമ്പ് എന്ന് പറയുന്നത്. ഇനിയുള്ളത് മൊഹറോവിക് വിരാമം താഴ്ന്ന പുറന്തോടാവരണത്തിൽ നിന്ന് വേർതിരിയുന്നു. മൊഹറോവിക് വിരാമം താഴ്ന്ന പുറന്തോടാവരണത്തിൽ നിന്ന് വേർതിരിയുന്നു. മൊഹറോവിക് വിരാമം താഴ്ന്ന പുറന്തോട് ആവരണത്തിൽ നിന്നും വേർതിരിക്കുന്നു. അപ്പോൾ 2 പ്രസ്താവന നമുക്കിവിടെ പഠിക്കാം. ഭൂമിയുടെ ആന്തരിക ഘടനയെക്കുറിച്ചുള്ള പ്രസ്താവനകൾ 2 എണ്ണം പഠിക്കുക. 1 ഏറ്റവും ആഴമേറിയതും ആക്സസ് ചെയ്യാൻ കഴിയാത്തതുമായ മേഖലയാണ് കാമ്പ് എന്ന് പറയുന്നത്. അടുത്തത് മൊഹറോവിക് വിരാമം താഴ്ന്ന പുറന്തോട് ആവരണത്തിൽ നിന്ന് വേർതിരിക്കുന്നു. അടുത്ത ആൻസർ ഓപ്ഷൻ എ ആയിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ഏതാണ് ചാലക്കുടി നദിയുടെ പോഷകനദി അല്ലാത്തത്? താഴെ പറയുന്നവയിൽ ഏതാണ് ചാലക്കുടി നദിയുടെ പോഷകനദി അല്ലാത്തത്? ആൻസർ ഓപ്ഷൻ സി, കോതയാറാണ് പോഷകനദി അല്ലാത്തത്. കോതയാറാണ് ആൻസർ. അപ്പോൾ പോഷകനദി ഏതൊക്കെ വരുന്നുണ്ട്? കുരിയാക്കുറ്റി നദികളും ഷോളയാർ, കുരിയാക്കുറ്റി, കാരപ്പാറ എന്നിവയൊക്കെ എന്താണ്? ചാലക്കുടി നദിയുടെ പോഷകനദി അല്ലേ? കുരിയാക്കുറ്റി, ഷോളയാറും കാരപ്പാറ എന്നിവയും ചാലക്കുടി നദിയുടെ പോഷകനദിയാണ്. ഇവിടുത്തെ ആൻസർ നമുക്കല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി, കോതയാറാണ്. അടുത്തത് ഖഗോള സ്രോതസ്സുകളിൽ നിന്നുള്ള എക്സ്റേ ഉദ്യമനത്തിൻ്റെ ബഹിരാകാശത്തെ അടിസ്ഥാനമാക്കിയുള്ള ധ്രുവീകരണ അളവുകളിൽ ഗവേഷണം നടത്താൻ 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ച ശാസ്ത്രീയ ഉപഗ്രഹം തിരിച്ചറിയുക. ഓക്കെ, ആൻസർ ഏതാണ്? അതിൻ്റെ ശാസ്ത്രീയ ഉപഗ്രഹം ഏതാണ്? ആൻസർ എക്സ്പിഒസാറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, സമ്പദ് വ്യവസ്ഥയിലെ വിടവ് നികത്തലിനായി വികസന ബാങ്കുകളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി? സമ്പദ് വ്യവസ്ഥയിലെ വിടവ് നികത്തലുകളായി വികസന ബാങ്കുകളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരിയെന്നുള്ളത്? ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം 4ഉം ശരിയാണ്. വ്യവസായിക വികസനത്തിൻ്റെ ഉത്തേജകങ്ങളാണ് അവ. മൂലധനം, എൻ്റർപ്രൈസ് മാനേജ്മെൻറ്റ് എന്നിവയുടെ ചാനലുകൾ നൽകുക. സാമ്പത്തികവും സാങ്കേതികപരവുമായ സഹായത്തോടെ ഒരു പാക്കേജ് വാഗ്ദാനം ചെയ്യുക. അടുത്തത് WTO ടെർമിനോളജി കാർഷിക സബ്സിഡികൾ പെട്ടികളായി തിരിച്ചറിയപ്പെടുന്നു. ആയതിനാൽ വികസ്വര രാജ്യങ്ങളിലെ
മാനവ വികസന പ്രശ്നങ്ങൾ ഡാഷ് ആണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. എസ് ആൻഡ് ഡി പെട്ടിയായിരിക്കും. എസ് ആൻഡ് ഡി പെട്ടിയാണ്. ജി എസ് ടി നോക്കാം. ജി എസ് ടിക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്ത നികുതിദായകരെ സംബന്ധിച്ച് താഴെ പറഞ്ഞ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി? ആൻസർ ഓപ്ഷൻ എ ആണ്. പ്രസ്താവന ഏതൊക്കെ? ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉമാണ് ശരി. ജി എസ് ടിക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്ത നികുതിദായകരെ സംബന്ധിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒന്നാമത്, അവർക്ക് കാർഡുകളിലേക്കും യു പി ഐയിലേക്കും പണമടയ്ക്കാം. ജി എസ് ടി രജിസ്റ്റർ ചെയ്തതാണെങ്കിൽ അവർക്ക് കാർഡുകളിലേക്കും യു പി ഐയിലേക്കും പണമടയ്ക്കാം. അതുപോലെ ഒരു സംസ്ഥാനത്ത് ഒന്നിലധികം ബിസിനസ്സുകളുള്ള ഒരു വ്യക്തിക്ക് ഓരോ ബിസിനസ്സിനും വെവ്വേറെ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ജി എസ് ടിക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്ത നികുതിദായകരെ സംബന്ധിച്ച് താഴെ പറഞ്ഞ പ്രസ്താവനകൾ ഏതാണ് ശരി? ഏതൊക്കെയായിരിക്കും ശരിയെന്നുള്ളത് അല്ലേ? ഇതിനകത്ത് നമുക്ക് പറയുമ്പോൾ സിലബസ് തന്നെ നികുതി ജി എസ് ടിയെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അല്ലേ? എക്കണോമിക്സിലും ഉണ്ട്, അത് സിവിക്സിലുമൊക്കെ പറയുന്നുണ്ട്, ജി എസ് ടിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ശരി? കാർഡുകളിലേക്ക് യു പി ഐയിലേക്കും പണമടയ്ക്കാൻ സാധിക്കുന്നു. ജി എസ് ടി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കാർഡുകളിലേക്കും യു പി ഐയിലേക്കും പണമടയ്ക്കാം. പിന്നെന്നുള്ളത്, ഒരു സംസ്ഥാനത്ത് ഒന്നിലധികം ബിസിനസ് ഉള്ള വ്യക്തികൾക്ക് ഓരോ ബിസിനസ്സിനും വെവ്വേറെ രജിസ്ട്രേഷൻ നടത്താൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആൻസർ 1ഉം 3ഉമാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ കൊണ്ടുവന്ന പുതിയ മാറ്റം. പുതിയ സാമ്പത്തിക നയം ഇന്ത്യയിൽ ആഗോളവൽക്കരണം നേരിടുന്ന വെല്ലുവിളികളെ സ്വീകരിച്ചുകൊണ്ടാണ്. അന്താരാഷ്ട്ര ക്രമീകരണങ്ങൾക്കായി ഇന്ത്യൻ രൂപയുടെ മൂല്യത്തകർച്ച സംബന്ധിച്ച് ഏത് പ്രസ്താവനയാണ് ശരി? ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് ചോദ്യമില്ലാതെ ഇരിക്കില്ല ഒരിക്കലും. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ കൊണ്ടുവന്ന പുതിയ സാമ്പത്തിക നയം ഇന്ത്യയിൽ ആഗോളവൽക്കരണം നേരിടുന്ന വെല്ലുവിളികളെ സ്വീകരിച്ചുകൊണ്ടാണ് വന്നിട്ടുള്ളത്. അന്താരാഷ്ട്ര ക്രമീകരണങ്ങൾക്കായി ഇന്ത്യൻ രൂപയുടെ മൂല്യത്തകർച്ച സംബന്ധിച്ച് ഏത് പ്രസ്താവനയാണ് ശരി? അല്ല, ചോദ്യം അപ്പോൾ എന്താണ്? അന്താരാഷ്ട്ര ക്രമീകരണങ്ങൾ വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഇത് പുതിയ സാമ്പത്തിക നയം വന്നപ്പോൾ അന്താരാഷ്ട്ര ക്രമീകരണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇന്ത്യൻ രൂപയുടെ മൂല്യത്തകർച്ചയെക്കുറിച്ച് എന്താണ് പറഞ്ഞേക്കുന്നത്? ഇന്ത്യൻ രൂപയുടെ മൂല്യത്തകർച്ച എത്രയാണ് എന്നുള്ള അളവാണ് നമ്മൾ അറിയേണ്ടത് ഇവിടെ. ഓക്കെ, ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. അതായത് ഏകദേശം 20% ഇന്ത്യൻ രൂപയുടെ മൂല്യത്തകർച്ച. അതായത് പുതിയ സാമ്പത്തിക നയം ഇന്ത്യയിൽ വന്നത് എങ്ങനെയാണ്? ഇന്ത്യയിലുള്ള ആഗോളവൽക്കരണം നേരിട്ടുകൊണ്ടാണ്. അപ്പോഴത്തേക്ക് എത്ര ശതമാനം മൂല്യത്തകർച്ച വന്നു? 20% മൂല്യത്തകർച്ചയാണ് ഇന്ത്യൻ രൂപയ്ക്ക് ഉണ്ടായത്. പുതിയ സാമ്പത്തിക നയം വന്നപ്പോൾ ഇന്ത്യൻ രൂപയ്ക്ക് 20% മൂല്യത്തകർച്ച ഉണ്ടായി. ഓക്കെ, പുതിയ സാമ്പത്തിക നയം അനുസരിച്ചിട്ടല്ലേ വന്നപ്പോഴത്തേക്കിനും. അപ്പോൾ ഉദാരവൽക്കരണം, ആഗോളവൽക്കരണം, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ വരുന്നുണ്ടല്ലേ. ആ സമയത്ത് ഇന്ത്യൻ രൂപയുടെ മൂല്യത്തകർച്ച ഏകദേശം 20% ആയിരുന്നു എന്നുള്ളത് പഠിച്ചു വയ്ക്കാം. ഓക്കെ, അടുത്തത്, ഇന്ത്യയിലെ പ്രത്യക്ഷ പരോക്ഷ നികുതി നയങ്ങളിലെ പ്രധാന മാറ്റങ്ങൾ ഏത് കമ്മിറ്റിയുടെ ശുപാർശകളാണ് അംഗീകരിച്ചത്? ഇന്ത്യയിലെ പ്രത്യക്ഷ പരോക്ഷ നികുതി നയങ്ങളിലെ പ്രധാന മാറ്റങ്ങൾ ഏത് കമ്മിറ്റിയുടെ ശുപാർശകളാണ് അംഗീകരിച്ചത്? ആൻസർ ചെല്ലയ്യ കമ്മിറ്റി. ആൻസർ ഓപ്ഷൻ എ, ചെല്ലയ്യ കമ്മിറ്റി. ആധുനിക ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ഏറ്റവും പ്രയാസമേറിയ ദൗത്യം എന്തായിരുന്നു? ആൻസർ സാമ്പത്തിക സ്രോതസ്സുകളുടെ സമാഹരണമായിരുന്നു ആധുനിക ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ഏറ്റവും പ്രയാസമേറിയ ദൗത്യമെന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, മൗലിക അവകാശങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏതാണ്? ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? അല്ലേ, വായിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ആർട്ടിക്കിൾ 51A വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെക്കുറിച്ച് ഇല്ല, അതാണ് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. മൗലിക അവകാശങ്ങൾ സ്വഭാവത്തിൽ ന്യായമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാവത്തിൽ
മൗലിക അവകാശം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വത്തവകാശം മൗലികാവകാശമല്ല. ഇത് മൂന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ അടുത്തത് ഓപ്ഷൻ ഡി നമുക്ക് തെറ്റാണെന്ന് മാർക്ക് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. ആർട്ടിക്കിൾസ് ആണ് ചേരുംപടി ചേർക്കുക അല്ലേ. ആൻസർ ഗോസ് ടു ഓപ്ഷൻ എ ആണ്. അതായത് ആർട്ടിക്കിൾ 356 എന്നുള്ളത് അല്ലേ കറക്റ്റായി കൊടുത്തേക്കുന്ന ആർട്ടിക്കിൾ 356 സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം ഉണ്ടോ എന്ന് കാണിക്കുന്നതാണ് എന്താ ആർട്ടിക്കിൾ 356 എന്ന് പറയുന്നത്. 356 സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഉണ്ടോ എന്ന് കാണിക്കുന്നതാണ്. 325 നമ്പർ 2 325 എന്താണ് സാർവത്രിക മുതിർന്നവരുടെ ഫ്രാഞ്ചൈസിയാണ്. മുതിർന്നവരുടെ ഫ്രാഞ്ചൈസി, മുതിർന്നവരുടെ ലോകം. ആൻസർ ആർട്ടിക്കിൾ 76 എന്ന് പറയുന്നത് നേരെ തന്നെയാണ് അല്ലേ. ഓപ്ഷൻ സി ഇന്ത്യയുടെ അറ്റോർണി ജനറലാണ്. 76 അറ്റോർണി ജനറലാണ്. 368 ഭരണഘടനാ ഭേദഗതി നടപടിക്രമം അല്ലേ. ഇതെല്ലാം കൂടെ കിടക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ നമുക്ക് തോന്നും. 356 സംസ്ഥാന രാഷ്ട്രപതി വേണം എന്നാണ്. 325 സാർവത്രിക മുതിർന്നവരുടെ ഫ്രാഞ്ചൈസി. 76 ഇന്ത്യയുടെ അറ്റോർണി ജനറൽ. അറ്റോർണി ജനറൽ 76, അറ്റോർണി 76. 368 ഭരണഘടനാ ഭേദഗതി നടപടിക്രമം. ഭരണഘടനാ ഭേദഗതി നടപടിക്രമമാണ് 368. ഓക്കെ, ഇവിടെ ആൻസർ നമുക്ക് ഓപ്ഷൻ എ ആണെന്ന് ഓർത്ത് വെച്ചോട്ടോ. എന്നിട്ട് മാർക്ക് ചെയ്ത് പഠിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിട്ടുള്ളതിൽ ശരിയായ യോജിക്കുന്ന വസ്തുത ഏതൊക്കെയാണ് അല്ലേ. ഇത് ഭേദഗതി കോൺസ്റ്റിറ്റ്യൂഷനാണ്. ആൻസർ ഏതാണ് വരുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, 1, 2, 3 ശരിയാണ്. 44 ഭരണഘടനാ ഭേദഗതി നിയമം സ്വത്തവകാശത്തെക്കുറിച്ചുള്ളതാണ്. ഓക്കെ, 86 ഭരണഘടനാ ഭേദഗതി നിയമം ഏതാണ്? വിദ്യാഭ്യാസത്തിലുള്ള അവകാശം. പിന്നെ 42 ഭേദഗതി മിനി ഭരണഘടന അല്ലേ, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. പൂർവ്വമാറ്റം 56 അല്ലേ. ഓക്കെ, 3 പ്രസ്താവനകൾ നമുക്ക് ശരിയാണ്. 3 ശരിയാണ്. ഓക്കെ, ഇത് 3 എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് വൺ, ഏത് ഭരണഘടനാ ഭേദഗതി നിയമത്തിലാണ് ദേശീയ തലസ്ഥാന പ്രദേശമായ ഡൽഹിയിലെ ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും എല്ലാ സീറ്റുകളുടെയും 3/1 സ്ത്രീകൾക്ക് നീക്കിവച്ചിട്ടുള്ളത്? ലോക്സഭയിലും സംസ്ഥാന നിയമസഭയിലും എല്ലാ സീറ്റുകളുടെയും 3/1 സ്ത്രീകൾക്ക് വേണ്ടി നീക്കിവെച്ചേക്കുന്നത് ഏത് ഭരണഘടനാ ഭേദഗതി നിയമത്തിലാണ്? ആൻസർ ഓപ്ഷൻ എ 2023 106 ഭേദഗതി നിയമമാണ്. ഭരണഘടന 106 ഭേദഗതി നിയമം 2023 106 2023 106 ഭേദഗതി പ്രകാരമാണ് ലോക്സഭയിലെയും സംസ്ഥാന നിയമസഭകളിലെയും എല്ലാ സീറ്റുകളിലെയും 3/1 സ്ത്രീകൾക്ക് വേണ്ടി മാറ്റിവെച്ചേക്കുന്നത്. ഏതായിരുന്നു എന്ന് ഇവിടെ പറയാം. 106 ഭേദഗതി 2023 106 ഭേദഗതി പ്രകാരമാണ് ലോക്സഭയിലെയും സംസ്ഥാന നിയമസഭകളിലെയും എല്ലാ സീറ്റുകളുടെയും 3/1 സ്ത്രീകൾക്ക് വേണ്ടി മാറ്റിവെച്ചേക്കുന്നത്. 106 ഭേദഗതി 106 സ്ത്രീകൾക്ക് വേണ്ടി മാറ്റിവെച്ചു. 106 സ്ത്രീകൾക്ക് വേണ്ടി മാറ്റിവെച്ചു. അടുത്തത്, ഇലക്ട്രൽ ബോണ്ട് സ്കീം കേസിൻ്റെ വിധിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഇലക്ട്രൽ ബോണ്ട് സ്കീമിൻ്റെ വിധിയുമായി ബന്ധപ്പെട്ട് ഏതൊക്കെയാണ് ശരികൾ എന്നാണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. ഇലക്ട്രൽ ബോണ്ട് കേസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2024 ഫെബ്രുവരിയിൽ സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ടുകളുടെ പദ്ധതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ടെത്തി. ഒന്നുകൂടി, 2024 ഫെബ്രുവരിയിൽ സുപ്രീം കോടതി എന്ത് ചെയ്തു? ഇലക്ട്രൽ ബോണ്ടുകളുടെ പദ്ധതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ടെത്തി. പിന്നെ ഇലക്ട്രൽ ബോണ്ട് പദ്ധതി ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1)(a) പ്രകാരമുള്ള വിവരാവകാശവും അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യവും ലംഘിക്കുന്നുണ്ട്. ഇലക്ട്രൽ ബോണ്ട് പദ്ധതി എന്ന് പറയുന്ന സംഭവം ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 19(1)(a) പ്രകാരമുള്ള വിവരാവകാശവും അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യവും ലംഘിക്കുന്ന കൂട്ടത്തിലാണ്. അടുത്തത് വരുന്നത്, ബ്ലാങ്കറ്റ് കോർപ്പറേറ്റ് രാഷ്ട്രീയ ഫണ്ടിംഗ് അനുവദിക്കുന്ന കമ്പനി നിയമത്തിലെ ഭേദഗതി
ഭരണഘടന വിരുദ്ധമാണെന്നും കോടതി വിധിക്കുന്നുണ്ട് അല്ലേ. ഇതെല്ലാം ഇലക്ട്രൽ ബോണ്ട് സ്കീം കേസിൻ്റെതായിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. റയർ ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ, പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്, റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് തന്നെ ഇതൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ ഇലക്ട്രൽ ബോണ്ട് സ്കീം എന്ന് പറയുമ്പോൾ നമ്മൾ അത്ര കേൾക്കാൻ അങ്ങോട്ട് പോകുന്നില്ല. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഈ സുപ്രീം കോടതിയെ പറ്റി പഠിക്കുമ്പോൾ അതിനകത്തുള്ള പോയിൻറ്റ്സ് ആണ്. ഓക്കെ, അടുത്തത് ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് താഴെപ്പറഞ്ഞ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി? ആൻസർ ഓപ്ഷൻ ബി ആണ്. ചിലർ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ കാണുമ്പോൾ അത് വായിക്കാൻ തന്നെ വായിച്ചെടുക്കാനുള്ള മെനക്കേട്. പക്ഷേ ഇങ്ങനൊരു 10 ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ട്, അത് വായിച്ചെടുക്കാൻ നമുക്കൊരിക്കലും പറ്റത്തുമില്ല. ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പ്രസ്താവന ശരിയതല്ല. ആൻസർ ഏതായിരുന്നു? ഓപ്ഷൻ ബി ആണ് ശരി. ഓക്കെ, ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ്. ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പാണ് ശരി. പ്രസ്താവന ഏതാണ്? ശരി പ്രസ്താവന ഓപ്ഷൻ ബി ആണ്. ഭരണഘടനയുടെ 15-ാം ആർട്ടിക്കിൾ 324 മുതൽ 329 വരെയാണ് ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള നിയമ ഭരണഘടന ചട്ടങ്ങൾ പ്രതിപാദിക്കുന്നില്ലേ. തിരഞ്ഞെടുപ്പിൻ്റെ ആർട്ടിക്കിൾസ് നമുക്കറിയാം 324 അറിയില്ല. 324 മുതൽ 329 വരെയാണ്. 15 ഭരണഘടനയുടെ 15-ാം ഭാഗം 15-5 ആർട്ടിക്കിൾ 324 ഇന്ത്യൻ തിരഞ്ഞെടുപ്പാണ്, ഇലക്ഷൻ്റെ ആണ്. 325 മുതൽ 324 മുതൽ 329 വരെ ആർട്ടിക്കിൾസൊക്കെ ഇങ്ങനെ പഠിച്ചു വെക്കാൻ, എഴുതി പഠിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് KS ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുകയും ഇവയിൽ ഏതാണ് ശരിയെന്ന് കണ്ടെത്തുകയും ചെയ്യുക. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുമായി ബന്ധപ്പെട്ട താഴെ പറഞ്ഞ പ്രസ്താവനകൾ പരിഗണിക്കുക. അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അല്ലേ, ശരി ഏതൊക്കെയാണ്? KS ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി എല്ലാം ശരിയാണ്. KS ബന്ധപ്പെട്ട് അല്ലേ. അതായത് ഗവൺമെൻറ് നയങ്ങളും പരിപാടികളും ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനായി ഗവൺമെൻറ്റിൻ്റെ മാനേജർ കഴിവുകളുടെ 2ാം നിരയായി പൊതുസേവകരുടെ ഒരു കേഡർ ഉണ്ടാക്കുന്നു എന്നതാണ് KSൻ്റെ ലക്ഷ്യം. ഇത് പരീക്ഷ KS ഒന്നുമല്ല, പിന്നെന്താണിത്? യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന LD ടൈപ്പുള്ള ഒരു LD-യേക്കാൾ ഇച്ചിരി മുകളിലൊരു 12th ലെവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. അത് ശരിക്കും ഡിഗ്രി പ്രിലിംസിൻ്റെ ആ ടൈപ്പ് ചോദ്യങ്ങൾ അവിടെ നിന്നേ വരികയുള്ളൂ ഏകദേശം. മെയിൻസിന് ഒരിക്കലും ക്വസ്റ്റ്യൻ വരത്തില്ലല്ലോ. നമ്മൾ 10th പ്രിലിംസ് എഴുതുമ്പോൾ 10th മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ പ്രിലിംസിന് ചോദിക്കും, ഒരിക്കലും ചോദിക്കുന്നില്ല. അപ്പോൾ ആ 10th പ്രിലിംസ് വരെ കൊച്ചു ക്വസ്റ്റ്യൻസ് വരുന്നുള്ളായിരുന്നു ഇല്ല. അപ്പോൾ അതുപോലെ നമുക്ക് ആ ഒരു 12th പഠിച്ചാൽ നമുക്ക് എന്ത് കിട്ടാം? ഡിഗ്രി ലെവലിലേക്കുള്ള ക്വസ്റ്റ്യൻസ് ആയി കിട്ടും. അപ്പോൾ ഇവിടെ എല്ലാം ശരി പ്രസ്താവനയില്ല. അപ്പോൾ നമുക്കൊന്ന് വായിച്ചു. രണ്ടാമത്തത് KS-ൽ KS ഓഫീസർ, ജൂനിയർ ടൈം സ്കെയിൽ, KS ഓഫീസർ, ഗ്രേഡ് സ്കെയിൽ എന്നീ ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്നുണ്ട്. KS-ൽ ചേരുന്നൊരു ഉദ്യോഗസ്ഥൻ സംസ്ഥാന സർവീസിൽ ജൂനിയർ ടൈം സ്കെയിൽ ട്രെയിനറായി കരിയർ ആരംഭിക്കും അല്ലേ. നമ്മൾ KS നമുക്ക് വേണമെന്നൊക്കെ തോന്നും, പക്ഷേ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുമായി പഠിക്കാനുണ്ട്, സിലബസിൽ തന്നെ ഉണ്ട് അല്ലേ. KS കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇത് തന്നെ നോക്കണം. സോ ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. നെക്സ്റ്റ്, 1957 കേരള സ്റ്റേറ്റ് ഓഫ് എവിക്ഷൻ പ്രൊസീഡിങ്സ് ആക്ടിൻ്റെ പ്രാഥമിക ലക്ഷ്യം എന്തായിരുന്നു? ആൻസർ ഓപ്ഷൻ ഡി ആണ്. കുടിയാന്മാർ, കുടികിടപ്പുകാർ, ഭൂമി കൃഷി ചെയ്യുന്ന മറ്റു ഭാഗങ്ങൾ എന്നിവരെ കുടിയൊഴിപ്പിക്കുന്നത് സ്റ്റേ ചെയ്യാൻ സഹായിക്കുന്നു. 1957 കേരള സ്റ്റേറ്റ് ഓഫ് എവിക്ഷൻ പ്രൊസീഡിങ്സ് ആക്ട്, കേരള സ്റ്റേ ഓഫ് എവിക്ഷൻ പ്രൊസീഡിങ്സ് ആക്ട് ആണ്. ലക്ഷ്യം എന്താണ്? എവിക്ഷൻ പ്രൊസീഡിങ്സ് ആക്ട് കുടിയാന്മാരെയും കുടികിടപ്പുകാരെയും ഭൂമി കൃഷി ചെയ്യുന്ന മറ്റു ചില വിഭാഗങ്ങൾ എന്നിവരെ കുടിയൊഴിപ്പിക്കുന്നത് സ്റ്റേ ചെയ്യാൻ വേണ്ടിയുള്ള ആക്റ്റാണെന്ത്? കേരള സ്റ്റേ ഓഫ് എവിക്ഷൻ കേരള സ്റ്റേ ഓഫ് എവിക്ഷൻ പ്രൊസീഡിങ്സ് ആക്ടിൻ്റെ പ്രാഥമിക ലക്ഷ്യം അല്ലേ. നമുക്കിതിപ്പോൾ ഉത്തരം അറിയത്തില്ലെങ്കിൽ ഇപ്പോൾ നമുക്കിത് എഴുതാൻ സാധിക്കും എന്നുള്ളതാണ്. കുറച്ച് കോമൺ സെൻസിൻ്റെ എഴുതാൻ സാധിക്കും. ഓക്കെ, അടുത്തത് കുടുംബശ്രീയെ സംബന്ധിച്ച് താഴെ പറഞ്ഞ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരിയെന്നുള്ളത്. ആൻസർ ഓപ്ഷൻ എ ആണ്. എല്ലാം ശരിയാണ്. കുടുംബശ്രീയെ സംബന്ധിച്ച് 1997 കുടുംബശ്രീ സ്ഥാപിതമായത്.
1997 കുടുംബശ്രീ സ്ഥാപിതമായത്. സ്ത്രീകൾക്കായി കുടുംബശ്രീക്ക് ത്രിതല NHG ADS CDS സജ്ജീകരണമുണ്ട് അല്ലേ. NHG ഉണ്ട്, ADSമാരുണ്ട്, CDSമാരൊക്കെ ഉണ്ട്. കേരള സർക്കാരിൻ്റെ സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ നടപ്പിലാക്കുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന സ്ത്രീ ശാക്തീകരണ പരിപാടിയാണ് കുടുംബശ്രീ. ദാരിദ്ര്യ നിർമ്മാർജ്ജന സ്ത്രീ ശാക്തീകരണ പരിപാടിയാണ് കുടുംബശ്രീ എന്നുള്ളത്. ഓക്കെ, 97 വർഷം നമുക്ക് പ്രിലിംസിന് 10th പ്രിലിംസ് ചോദിക്കുന്ന ചോദ്യമാണ് 97 കുടുംബശ്രീ സ്ഥാപിതമായത്. ചെറിയ ഫാക്ട്സ് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. 1997 കുടുംബശ്രീ സ്ഥാപിതമായത്. നെക്സ്റ്റ്, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഡാഷിൻ്റെ അധ്യക്ഷതയിലുള്ള ഒരു നിയമ അനുസൃതമല്ലാത്ത സ്വയംഭരണ സ്ഥാപനമാണ് എന്ന് പറഞ്ഞാൽ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ ആരാണ് അല്ലേ. എന്നാൽ സിമ്പിൾ ചോദ്യമാണ് ഈ വളച്ചൊടിച്ചിങ്ങനെ വെച്ചേക്കുന്നത്. ആൻസർ എന്താണ്? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ. അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിലുള്ളൊരു പോയിന്റ് വേറെ കിട്ടുന്നതാണ്, ഒരു നിയമാനുസൃതമല്ലാത്ത സ്വയംഭരണ സ്ഥാപനം. നിയമാനുസൃതമല്ലാത്ത സ്വയംഭരണ സ്ഥാപനം കൂടി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, അക്ഷയയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതിലാണ് ശരിയല്ലാത്തത്? അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുക റെയറിറ്റി ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഡിഗ്രി പ്രിലിംസിന് പലതരം അല്ലേ പലതരം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് യൂണിവേഴ്സിറ്റി എക്സാമിനേഷനുണ്ട് അല്ലേ, പോലീസിൻ്റെ സംഭവങ്ങൾ വരുന്നുണ്ട്, അതുപോലെ പോലീസിൻ്റെ ഹയർ ലെവലുള്ള എക്സാമിനേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ വരുമ്പോഴത്തേക്കിനും ഏത് വേണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻസ്. ഏതൊക്കെയാണ് വർഗീകരണം എന്നുള്ളതനുസരിച്ചായിരിക്കും ക്വസ്റ്റ്യൻ ലെവൽ പോവുക. അപ്പോൾ അതനുസരിച്ച് വേണം പഠിക്കാൻ. ഒന്നുകൂടി, അക്ഷയയെ സംബന്ധിച്ച് താഴെ പറഞ്ഞ പ്രസ്താവന ശരിയല്ലാത്തത് ഏതാണ്? ശരിയല്ലാത്ത പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, അക്ഷയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വിവരസമ്പന്നരും വിവരദരിദ്രരും തമ്മിലുള്ള വിടവ് നികത്തുക എന്നതാണ് അക്ഷയയുടെ ദൗത്യം. പിന്നെ പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ സർക്കാർ മുതൽ പൗരന്മാർ വരെയുള്ള സേവനങ്ങൾക്ക് അക്ഷയ ഒരു വേദി നൽകുന്നുണ്ട്. ICT വഴി പൗരന്മാർക്ക് കാര്യക്ഷമമായ സുതാര്യവും സൗകര്യപ്രദവുമായ സേവനങ്ങൾ അക്ഷയ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത്, ഗാർഹിക പീഡനങ്ങളിൽ നിന്നും സ്ത്രീകളുടെ സംരക്ഷണ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം. ആൻസർ ഓപ്ഷൻ എ, 2005 ഗാർഹിക പീഡനങ്ങളിൽ നിന്നും സ്ത്രീകളുടെ സംരക്ഷണ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത്. അടുത്തത്, ചേരുംപടി ചേർക്കുക. ഭരണഘടനാ ഷെഡ്യൂളുകളാണ് ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ, ഇതൊക്കെ ക്ഷമയോടെ കണ്ട് ചെയ്യണം. ഓക്കെ, അത് കാണുമ്പോൾ ഒറ്റവാക്കുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ആൻസർ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ ഇതിനൊക്കെ വായിച്ച് ക്ഷമയോടെ ഉത്തരം കണ്ടെത്തണം. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ ഭരണഘടന എത്രയാണ്? 11ാം ഷെഡ്യൂൾ അല്ലേ. 11ാം ഷെഡ്യൂൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്താണ്? PRAകൾ നിർവഹിക്കേണ്ട പ്രവർത്തനങ്ങളുടെ പട്ടിക. അതാണ് 11ാം ഷെഡ്യൂൾ പറയുക. PRAകൾ നിർവഹിക്കേണ്ട പ്രവർത്തനങ്ങളുടെ പട്ടികയാണ് 11ാം ഷെഡ്യൂൾ. 12ാം ഷെഡ്യൂൾ എന്താണ്? 12ാം ഷെഡ്യൂൾ നമുക്ക് ഇപ്പോഴും പരിചിതമാണ് അല്ലേ. 12ാം ഷെഡ്യൂൾ എന്തായിരിക്കണം? മുനിസിപ്പാലിറ്റികൾ നിർവഹിക്കേണ്ട പ്രവർത്തനങ്ങളുടെ പട്ടിക. 12ാം ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ മുനിസിപ്പാലിറ്റികൾ പാലിക്കേണ്ടവയൊക്കെയാണ്. അടുത്തത്, ആർട്ടിക്കിൾ 243A. ആർട്ടിക്കിൾ 243A ആണ്. അതെന്താണ്? ഗ്രാമസഭയെക്കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 243A. ഗ്രാമസഭകളെക്കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 243A. അപ്പോൾ 243K ആരാണ്? K എന്ന് പറയുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ്. 243K എന്ന് പറയുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറയുന്നതാണ്. തിരഞ്ഞെടുപ്പ് രണ്ടെണ്ണല്ലേ. അപ്പോൾ 243A എന്ന് പറഞ്ഞാൽ ഗ്രാമസഭകളെക്കുറിച്ചും തുടങ്ങുന്ന ഗ്രാമസഭകളെക്കുറിച്ചുമാണ് അല്ലേ. കെയിലേക്ക് വരുമ്പോഴോ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് 243K. ഒന്നുകൂടി പറയാം, ഭരണഘടനയുടെ 11ാം ഷെഡ്യൂൾ എന്ന് പറയുമ്പോഴത് PRAകൾ നിർവഹിക്കേണ്ട പ്രവർത്തനങ്ങളുടെ പട്ടികയാണ്. 12ാം ഷെഡ്യൂൾ എന്താണ്? മുനിസിപ്പാലിറ്റികൾ നിർവഹിക്കേണ്ട ചുമതലകളാണ്, അവരുടെ പട്ടികയാണ്. 243A എന്ന് പറയുമ്പോൾ ഗ്രാമസഭകളെക്കുറിച്ചാണ് അവിടെ ചർച്ച ചെയ്യുന്നത്.
243K എന്ന് പറയുമ്പോൾ എന്താണ് 243K? അതൊരു ഇലക്ഷൻ അല്ലേ, സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചാണ് 243K പറയുന്നത്. ഓക്കെ. അടുത്തത് 2023 കേരള ഗവർണർ രാഷ്ട്രപതിയുടെ അനുമതി റിസർവ് ചെയ്യുകയും റെഫർ ചെയ്യുകയും ചെയ്ത കേരള നിയമസഭയുടെ ഏത് ബില്ലിനാണ് ഇന്ത്യൻ രാഷ്ട്രപതിയിൽ നിന്ന് അനുമതി ലഭിച്ചത്? ആൻസർ ഓപ്ഷൻ സി ആണ്, കേരള ലോകായുക്ത ഭേദഗതി ബിൽ 2022. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് റിട്ട് എന്നത് ഏതെങ്കിലും പൊതു അധികാരികൾക്ക് ഒരു കടമ നിർവഹിക്കുവാനുള്ള ഉത്തരവിൻ്റെ രൂപത്തിലുള്ള ഒരു ജുഡീഷ്യൽ പ്രതിവിധിയാണ്. ഏത് റിട്ടാണത്? ഒരു കടമ നിർവഹിക്കുവാനുള്ള ഏത് റിട്ടാണത്? ആൻസർ മാൻഡമസ്. കടമ ഉണ്ടെങ്കിൽ നമുക്ക് മാൻഡമസ് എഴുതാം. അടുത്ത PMKSY ഡാഷുമായി ബന്ധപ്പെട്ടൊരു പ്രധാന സർക്കാർ പദ്ധതിയാണ്. PMKSY ആൻസർ ജലസംരക്ഷണ മാനേജ്മെൻറ്റ്. ജലസംരക്ഷണ മാനേജ്മെൻറ്റ് PMKSY ജലസംരക്ഷണ മാനേജ്മെൻറ്റ്. അടുത്ത ചോദ്യം, ഈ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരിയെന്നുള്ളതാണ്. ശരി പ്രസ്താവന നമുക്ക് നോക്കാം. ആൻസർ പറയാം. ആൻസർ എന്ന് പറഞ്ഞ ഓപ്ഷൻ സി ആണ്. മുകളിലുള്ളവയെല്ലാം എന്താണ്? ശരിയാണ്. എല്ലാ പ്രസ്താവനയും ശരിയാണ്. അതായത് MGNREGA 2005 അല്ലേ പദ്ധതിയാണ്. 2005 ആരംഭിച്ചു. MGNREGA പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം ഗ്രാമീണ കുടുംബങ്ങൾക്ക് 100 ദിവസം തൊഴിൽ ഉറപ്പാക്കുക. തൊഴിലുറപ്പ് പദ്ധതി, ഗ്രാമീണ കുടുംബങ്ങൾക്ക് 100 ദിവസം തൊഴിൽ കൊടുക്കുക എന്നുള്ളതാണ് MGNREGA. ഇനി അവരുടെ വേതനം 1948 മിനിമം വേതന നിയമം അനുസരിച്ച് സംസ്ഥാനത്തെ കർഷക തൊഴിലാളികൾക്ക് വ്യക്തമാക്കിയിട്ടുള്ള നിയമപരമായ മിനിമം വേതനം അനുസരിച്ച് കൊടുക്കണം അല്ലേ. വേതനം ഇപ്പോൾ കൂട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അവരുടെ. അപ്പോൾ ഇവിടെ MGNREGA എന്നുള്ള പദ്ധതി 2005 അവതരിപ്പിച്ചു. 2005 ആരംഭിച്ചത്. ഡിഗ്രി ലെവൽ അല്ലെങ്കിൽ 12th ലെവൽ മുതലാണ് ഈ ചോദ്യം ചോദിക്കില്ല. താഴേക്ക് വരുമ്പോൾ 10ൽ പ്രിലിംസ് ഒന്നും 10ൽ ചോദിക്കുന്നില്ല, പ്രിലിംസും ചോദിക്കുന്നില്ല. അത് കഴിഞ്ഞ് 12 മുതൽ മുകളിലേക്കാണ്, 12th ലെവലിൻ്റെ പ്രിലിംസ് മുതൽ മുകളിലേക്കാണ് ഈ ചോദ്യങ്ങൾ. MGNREGA പോലുള്ള ചോദ്യങ്ങൾ പദ്ധതികളെ പറ്റി ചോദിച്ചു തുടങ്ങിയിരിക്കാം. ഓക്കെ, അപ്പോൾ അത് പഠിച്ചു വെക്കണം. 2005 ആരംഭിച്ചു. ഇതും സിലബസിലുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിവരാവകാശ നിയമത്തിന് കീഴിലുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിനായി സമയപരിധി എന്താണ്? സമയപരിധി എന്താണ്? ആൻസർ അഭ്യർത്ഥന സമയം മുതൽ 48 മണിക്കൂർ വരെ. അതായത് ഒരു വ്യക്തിയുടെ ജീവിതത്തെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് അറിയേണ്ടതെങ്കിൽ എത്ര സമയമുണ്ട് നമുക്ക്? അത് കൊടുക്കാൻ എത്ര സമയം വേണം? കിട്ടാത്ത സമയം വേണമായിരിക്കും. അഭ്യർത്ഥന സമയം മുതൽ 48 മണിക്കൂർ വരെ നമുക്കത് ലഭിക്കാം. ഇല്ല, അതിനകം കൊടുത്തിരിക്കണമെന്നാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ചുള്ള വിവരങ്ങളാണ് വിവരാവകാശ മുഖേന ചോദിക്കുന്നതെങ്കിൽ ഇപ്പോൾ കൊടുക്കണവർക്ക് അഭ്യർത്ഥന സമയം മുതൽ 48 മണിക്കൂറിനകം അത് കൊടുത്തിരിക്കണം. അടുത്ത പോയിൻ്റ് ജീവിതത്തെയും സ്വാതന്ത്ര്യത്തിനുള്ള പോയിൻ്റാണ് ഓർത്തിരിക്കേണ്ടത്. നെക്സ്റ്റ് വൺ, പ്ലേഗിൻ്റെ കാര്യത്തിൽ ഏത് പ്രസ്താവനയാണ് ശരി? പ്ലേഗ് വന്നല്ലേ, പ്ലേഗിൻ്റെ കാര്യത്തിൽ പ്രസ്താവന ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഏതൊക്കെ? 1, 3, 4 ശരി. 1, 3, 4 ശരി. എർസീനിയ പെസ്റ്റിസ് എന്ന രോഗകാരിയാണ് ഇതുണ്ടാക്കുന്നത് അല്ലേ. എർസീനിയ പെസ്റ്റിസ് എന്ന രോഗകാരിയാണ് പ്ലേഗ് ഉണ്ടാക്കുന്നത്. അതുപോലെ അതിൻ്റെ വാഹകർ ചെള്ളുകളാണ് അല്ലേ. പ്ലേഗ് ചെള്ളുകൾ നമ്മൾ പഠിക്കുമ്പോൾ, ഹിസ്റ്ററി പഠിക്കുമ്പോഴും അല്ലെങ്കിൽ അറിയാം പ്ലേഗ് എന്ന രോഗം, ബ്ലാക്ക് ഡെത്തോ എന്ന് പറയാറില്ല. ബ്ലാക്ക് ഈ കപ്പലുകളിൽ ചെള്ള് വന്നതോടുകൂടി അങ്ങനെയാണ്. എലിയിലെ ചെള്ളുകൾ അല്ലേ, എലിച്ചെള്ളുകൾ, അങ്ങനെ ചെള്ള് വന്നപ്പോഴാണ് പ്ലേഗ് ഉണ്ടാകുന്നതെന്നാണ് പറയുക. ബ്ലാക്ക് ഡെത്ത് എന്നൊക്കെ പറയത്തില്ല. അപ്പോൾ അതിൻ്റെ വാഹകർ ചെള്ളുകളാണ്. രക്തപ്രവാഹത്തെയും ശ്വാസകോശത്തെയും ബാധിക്കുന്നതാണ് പ്ലേഗ്. രക്തപ്രവാഹത്തെയും ശ്വാസകോശത്തെയും ബാധിക്കുന്നതാണ് പ്ലേഗ് എന്ന് പറയുന്നത്. എർസീനിയ പെസ്റ്റിസ് എന്നതിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് പ്ലേഗിൻ്റെത്. ഓക്കെ, രോഗകാരി എർസീനിയ പെസ്റ്റിസ് സയൻറ്റിഫിക് നെയിമാണ് പ്ലേഗിൻ്റെത്. അടുത്തത്, കേരളത്തിലെ ആർദ്രം മിഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി? ആർദ്രം മിഷൻ ബന്ധപ്പെട്ടത്. ആൻസർ ഓപ്ഷൻ എ ആണ്. ആർദ്രം മിഷൻ എന്ന് പറയുമ്പോൾ നിലവിലുള്ള PHCകളെ FHCകളാക്കി ഉയർത്താനാണ് ലക്ഷ്യമിടുക. അതായത് ചൂട് അഡ്വാൻസ്ഡ് ആക്കുക ഹോസ്പിറ്റലുകൾ ഉദ്ദേശിക്കുന്നു.
പിന്നീട് NCD-CD ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും മാനേജ്മെൻറ്റിനെക്കുറിച്ചും ഫീൽഡ് സ്റ്റാഫിന് പരിശീലനം കൊടുക്കാൻ ലക്ഷ്യമിടുന്നുണ്ട്. അതുപോലെ ഫിറ്റ്നസ്സിനും യോഗയ്ക്കുമുള്ള സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ ലക്ഷ്യമുണ്ട്. അല്ലേ, അതൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല. പക്ഷേ PHCകളെ എന്താക്കി മാറ്റുന്നുണ്ട്, FHC ചൂടെ വിപുലമാക്കിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ വെച്ച് ടൈലൊക്കെ ഇട്ട് കുറച്ച് ഡെവലപ്ഡ് ആക്കി ആശുപത്രിയൊക്കെ കുറച്ച് നല്ല ഭംഗിയാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ആർക്ക് ചെന്നാലും അവിടെ ഇരിക്കാൻ പണ്ടത്തെ പോലെ കുറച്ചും വലിച്ചുമുള്ള ആ ഒരു സിറ്റുവേഷനല്ല, നല്ല വൃത്തിയായിട്ട് വീടുകളൊക്കെ വൃത്തിയായിട്ടാണ് ഹോസ്പിറ്റലുകളൊക്കെ മാനേജ് ചെയ്തേക്കുന്നത്. ആ ഒരു കാര്യത്തിൽ വളരെയധികം ആർദ്ര മിഷൻ നീതി പുലർത്തിയിട്ടുണ്ട്. ഓക്കെ, ബാക്കിയൊക്കെ ഫിറ്റ്നസ് യോഗയ്ക്കുമുള്ള സൗകര്യങ്ങൾ വികസിപ്പിക്കുക ലക്ഷ്യം. അത് ഉണ്ടോയെന്ന് എനിക്ക് ഹോസ്പിറ്റലിലുള്ള സൗകര്യങ്ങൾ ആ തീമിലുണ്ടായിരിക്കും, നമുക്കത് അത്രയും കൊണ്ട് കാണാൻ കഴിയുന്നില്ല. അല്ലേ, അത് ഫിറ്റ്നസ്സും യോഗയ്ക്കുമുള്ള സൗകര്യങ്ങൾ ആർദ്ര മിഷൻ്റെ പദ്ധതി ബന്ധപ്പെട്ടതാണ്, പഠിച്ചു വയ്ക്കണം. നെക്സ്റ്റ്, ആൻജിയോജെനിസിസിനുള്ള ശരിയായ പ്രസ്താവന എടുക്കുക. ആൻജിയോജെനിസിസ് ശരിയായ പ്രസ്താവന ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, പുതിയ രക്തക്കുഴലുകളുടെ വികസനമാണ് ആൻജിയോജെനിസിസ്. ആൻജിയോപ്ലാസ്റ്റി, ആൻജിയോജെനിസിസ്. രക്തക്കുഴലുകളില്ല, അത് സ്റ്റഡൊക്കെ ഇടുക എന്ന് പറയുമ്പോൾ രക്തക്കുഴലിനകത്ത് ഇങ്ങനെ രക്തക്കുഴലുകളിനകത്ത് കൊളസ്ട്രോൾ വന്നിട്ടോ കൊഴുപ്പടഞ്ഞിട്ടോ ഇല്ല പോകുമ്പോൾ രക്തക്കുഴൽ ക്ലോസ് ചെയ്യുന്ന അവസ്ഥ. അപ്പോൾ അടഞ്ഞിരിക്കുകയാണ്, ഇതിൽ പോകുന്നില്ല. അപ്പോൾ തുറന്ന് വെക്കാനെടുത്ത് സ്റ്റഡൊക്കെ ഇട്ട് വെച്ചിട്ട് അപ്പുറം ഇപ്പുറം ഇടുമ്പോൾ ഇടയ്ക്കുള്ള ആ ബ്ലഡ് ഒഴുകി പൊക്കോളും. അതാണ് പുതിയ രക്തക്കുഴലുകളുടെ വികസനം, രക്തക്കുഴലുകളെ വികസിപ്പിക്കുക. ആൻജിയോജെനിസിസ്, പുതിയ രക്തക്കുഴലുകളെ വികസിപ്പിക്കുക എന്നുള്ളതാണ് സംഭവം. നെക്സ്റ്റ്, ആൻജിയോഗ്രാം അല്ലേ, ഓർത്താൽ മതി. അപ്പോൾ രക്തക്കുഴലുകൾ വികസിപ്പിക്കുക എന്നുള്ളതാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ ക്ലോട്ട് എടുത്ത് കളഞ്ഞിട്ട് രക്തക്കുഴലുകളെ വികസിപ്പിക്കുന്നു ഓർക്കാം. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ഏതാണ് വിറ്റാമിൻ എയുടെ കാര്യത്തിൽ ശരിയായി സംഭവിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്. വിറ്റാമിൻ എയുടെ കുറവ് രാത്രി അന്ധതയ്ക്കും നിശാന്തതയ്ക്കും സ്രോഫ്താൽമിയും കാരണമാകുന്നു. നിശാന്തതയ്ക്കും കുറവ്, രാത്രി അന്ധത മീൻസ് നിശാന്തത, രാത്രി നിശ അല്ലേ, നിശാന്തതയ്ക്കും സ്രോഫ്താൽമി എന്ന് പറയുമ്പോൾ കണ്ണിൻ്റെ കോർണിയ വറ്റി വരണ്ട് അല്ലേ, ഡ്രൈ ആവുന്നു, വറ്റി വരേണ്ടതാകുന്ന അവസ്ഥയാണ് സ്രോഫ്താൽമി എന്ന് പറയുക. കോർണിയ വറ്റി വരേണ്ടതാവും, കണ്ണിൻ്റെ പുറമേയുള്ള പാളി കോർണിയ വറ്റി വരേണ്ടതാവുന്നതാണ് സ്രോഫ്താൽമിയ, ഡ്രൈ ആകുന്ന അവസ്ഥയാണ് സ്രോഫ്താൽമിയ എന്ന് പറയുന്നത്. വിറ്റമിൻ എ എന്ന് പറയുമ്പോൾ നിശാന്തതയ്ക്കും സ്രോഫ്താൽമിക്ക് കാരണമാകുന്ന കാര്യമാണ്. നെക്സ്റ്റ് വരുന്നത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ നമുക്ക് എഴുതാം. പാൻക്രിയാസുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയുള്ളത്? പാൻക്രിയാസ്, ആൻസർ ഓപ്ഷൻ ഡി ആണ്. പാൻക്രിയാസ് എന്ന് പറയുമ്പോൾ നാലാമത്തെ മാത്രമാണ് ശരി അല്ല, ഇത് മൂന്നും ശരിയെന്നാണ് പറയുക എല്ലാവരും. പാൻക്രിയാസ് ഒരു എൻഡോക്രൈൻ ഗ്രന്ഥിയാണ്. എക്സോക്രൈൻ ഗ്രന്ഥിയും എൻഡോക്രൈൻ ഗ്രന്ഥിയുമാണ്. എക്സോയും എൻഡോയും, എക്സോ അകത്തോട്ടും പുറത്തുമുള്ള എക്സോക്രൈനും എൻഡോക്രൈൻ ഗ്രന്ഥിയാണ്. പാൻക്രിയാസ് ഇൻസുലിനും ഗ്ലൂക്കോഗോണും സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇൻസുലിനും ഗ്ലൂക്കോഗോൺ രണ്ട് ഹോർമോണുകളാണ് പാൻക്രിയാസ് എന്ന് പറഞ്ഞ സമയത്ത്. ആക്നെ ഗ്രന്ഥി പുറപ്പെടുവിക്കുന്നില്ല പാൻക്രിയാസ്, അപ്പോൾ അവിടെ നിന്നുള്ളതാണ് ഇത്. ഇൻസുലിനും ഗ്ലൂക്കോഗോൺ എന്ന് പറഞ്ഞ രണ്ട് ഹോർമോണുകൾ. ഇത് ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കുന്നു. അതായത് പാൻക്രിയാസ് എന്ന് പറയുമ്പോൾ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോൺസാണ് ഇൻസുലിനും മറ്റൊന്ന് ഗ്ലൂക്കോഗോണും. ഒന്ന് ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഗ്ലൂക്കോസിനെ ഉപയോഗപ്പെടുത്തുന്നു. ഗ്ലൂക്കോഗോൺ എന്താ ചെയ്യുക, ഇൻസുലിൻ അല്ലെങ്കിൽ ഗ്ലൂക്കോസിനെ എടുത്തിട്ട് ഗ്ലൈക്കോജനാക്കി സംഭരിക്കുക ചെയ്യാം. അധികമുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി കരളിലും മറ്റു ഭാഗങ്ങളിൽ സംഭരിക്കുന്നതാണ് ആര്, ഗ്ലൂക്കോഗോൺ എന്ന് പറയുന്ന ഹോർമോൺ. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി സംഭരിക്കപ്പെടും. അധികമുണ്ട്, അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അധികമുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി സംഭരിക്കപ്പെടും അല്ലേ. ഇൻസുലിൻ എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം സാധാരണ ഗ്ലൂക്കോസാണ് നിർമ്മിക്കപ്പെടുക. അപ്പോൾ നമുക്ക് അത്യാവശ്യമുള്ള സന്ദർഭങ്ങളിൽ ഇൻസുലിൻ എന്താ ചെയ്യുക, അവിടെ ഗ്ലൈക്കോജൻ ഉണ്ടെങ്കിൽ ആ ഗ്ലൈക്കോജൻ സംഭരിച്ച് വെച്ചേക്കുന്ന ഗ്ലൂക്കോസ്, ആ ഗ്ലൈക്കോജനെ എന്താക്കുന്നു, ഗ്ലൂക്കോസാക്കി മാറ്റാനുള്ള കഴിവ് ഇൻസുലിനുണ്ട്. ഓക്കെ, അപ്പോൾ ഗ്ലൂക്കോസ് നമുക്ക് കിട്ടും, ഇൻസുലിൻ്റെ ഗ്ലൂക്കോസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. എങ്ങനെ കിട്ടാം? ഒന്ന്, ഗ്ലൈക്കോജനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് മുറിച്ചിട്ടല്ലേ, ഗ്ലൈക്കോജനെ മുറിച്ചിട്ട് അല്ലെങ്കിൽ അതിനെ സിമ്പിൾ ഫോമായി ഗ്ലൂക്കോസാക്കി മാറ്റുന്നു. സംഭരിച്ച് വെച്ചേക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഇൻസുലിൻ ചെയ്യുക. അപ്പോൾ പാൻക്രിയാസിന് രണ്ട് ഹോർമോൺസ് അതൊക്കെയാണ് ഇൻസുലിനും ഗ്ലൂക്കോഗോണുമാണ് അല്ലേ. ഇതിൻ്റെ രണ്ടും കൂടി പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിലനിന്ന് പോവുക അല്ലേ. ഗ്ലൂക്കോസിൻ്റെ അളവ് സാധാരണഗതിയിൽ ഇങ്ങനെ 88-120 എന്ന് പറയുന്ന ആ ലെവലിൽ ഇങ്ങനെ സാധാരണഗതിയിൽ ഇങ്ങനെ നിന്ന് പോകുന്നത് രണ്ട് ഹോർമോണിൻ്റെ ഇൻസുലിൻ്റെയും ഗ്ലൂക്കോഗോണിൻ്റെയും ശരിയായ പ്രവർത്തനം കൊണ്ട് മാത്രമേ സാധ്യമാകത്തുള്ളൂ. അപ്പോൾ ഇതാണത്
ഈ പാൻക്രിയാസ് ഒരു എക്സോക്രൈൻ ഗ്രന്ഥിയും എൻഡോക്രൈൻ ഗ്രന്ഥിയുമാണ്. ഇൻസുലിനും ഗ്ലൂക്കോഗോണും എൻ്റെ ഹോർമോൺസാണ് സൃഷ്ടിക്കുന്നു. ഇത് ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കുന്നു അല്ലേ. ഗ്ലൂക്കോസ് എന്ന് പറയുമ്പം നമുക്ക് നോർമൽ ലെവൽ 88-120 ഗ്ലൂക്കോസ് നോർമൽ ലെവലിൽ വേണം. അപ്പോൾ ഇൻസുലിൻ ഗ്ലൂക്കോസ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച് ഗ്ലൂക്കോസ് കിട്ടുന്നില്ല എങ്കിൽ അപ്പോൾ എന്ത് ചെയ്യും? സംഭരിച്ച് വെച്ചേക്കുന്ന ഗ്ലൈക്കോജനെ ഇൻസുലിൻ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അത് ഗ്ലൂക്കോസാക്കി നമുക്ക് തരും, ഇപ്പോൾ നോർമൽ ലെവലാക്കും. അതല്ല അധികമുണ്ടെങ്കിൽ എപ്പോഴും 120 കഴിഞ്ഞും കൊണ്ടേ നമുക്ക് സംഭവിക്കുന്നതായിരിക്കണം. ആ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി കരളിലും മറ്റു ഭാഗങ്ങളിലും ഒക്കെ എന്ത് ചെയ്യുന്നു? സംഭരിച്ച് വയ്ക്കപ്പെടുന്നു. അപ്പോൾ ആൻസറുടെ ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ്, മനുഷ്യരിലെ ജീവിതശൈലി രോഗങ്ങളുടെ ശരിയായ കാരണം തിരഞ്ഞെടുത്ത് എഴുതുക. ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇവിടെ. മുകളിലുള്ള എല്ലാം ശരിയായ കാരണം. മോശം ഭക്ഷണശീലങ്ങൾ, അസ്വസ്ഥമായ ജൈവ ഘടികാരം എന്ന് പറഞ്ഞാൽ നമ്മൾ എണ്ണിക്കുന്നു ഉറങ്ങുന്നതിന് തെറ്റി ഉറങ്ങുക, അത് രാവിലെ എണ്ണിക്കാതിരിക്കുക അല്ലെ, 10 മണിക്ക് എണ്ണിക്കുക, അങ്ങനെയൊക്കെയുള്ള സംഭവം ജൈവ ഘടികാരം അതാണ് ഉദ്ദേശിക്കുന്നത്. ശാരീരിക നിഷ്ക്രിയത്വം അല്ലേ, അനങ്ങാതിരിക്കുക, തെറ്റ ശരീരഭാരം, ശരീരഭാവം, തൂങ്ങിപ്പടിച്ചിരിക്കുന്നതും ശരിയല്ല. ഇതെല്ലാം അതാണ്. അടുത്തത് പ്രാഥമിക് അമീബിക് മെനിങ്കോ എൻസെഫലൈറ്റിസ്. പ്രാഥമിക് അമീബിക് മെനിങ്കോ എൻസെഫലൈറ്റിസ് ഡാഷ് മൂലമാണ് ഉണ്ടാകുന്നത്. അമീബിക് എൻസെഫലൈറ്റിസ് അല്ലേ, അതറിയാം, കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ആൻസർ അതാണ്. എന്ത് മൂലം? രോഗകാരി ആരാണ്? നെഗ്ലേറിയ ഫൗലേറി. നെഗ്ലേറിയ ഇത് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നെഗ്ലേറിയ ഫൗലേറിയാണ്. നെഗ്ലേറിയ അമീബിക് അല്ലേ, അമീബിക് മസ്തിഷ്ക ജ്വരമൊക്കെ. എൻസെഫലൈറ്റിസ് നെഗ്ലേറിയ ഫൗലേറി. അടുത്തത് കോവിഡ് കാലത്ത് ഒറ്റപ്പെടുത്തലുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി? അവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്. ബോത്ത് 1ഉം 2ഉം ശരി. അതായത് COVID-19 രോഗലക്ഷണങ്ങൾ ഉള്ളവർക്കോ വൈറസിന് പോസിറ്റീവായവരോ ഇത് ഉപയോഗിക്കുന്നു. എന്തുപയോഗിക്കുന്നു? ഒറ്റപ്പെടലല്ലേ. ഒറ്റപ്പെടൽ എന്ന് പറഞ്ഞാൽ ആൾ വേർപെടുക, പ്രധാനമായും മെഡിക്കൽ സ്ഥാപനത്തിൽ നിന്ന് ക്ലിനിക്കിൽ പിടിച്ചത്. അത് പോട്ടെ, അത് കഴിഞ്ഞില്ലേ. നെക്സ്റ്റ്, ആവശ്യത്തിന് ഉയർന്ന ആവൃത്തിയുള്ള പ്രകാശത്തിന് വിധേയമാകുമ്പോൾ മെറ്റീരിയലിൽ നിന്ന് ഇലക്ട്രോണുകൾ പുറപ്പെടുവിക്കുന്ന പ്രതിഭാസത്തിന് പേര് നൽകുക. പ്രതിഭാസത്തിന് പറയുന്ന പേരെന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ഫോട്ടോണിക് പ്രഭാവം എന്നാണ് അല്ലേ, ഇപ്പോഴും കോമൺ ആയ സംഭവമാണ്. പ്രസവത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രകാശത്തെ അതിൻ്റെ ഘടകനിർണ്ണങ്ങളിലേക്ക് വേർതിരിക്കുന്ന പ്രതിഭാസം ഏതാണ്? ഘടകവർണ്ണങ്ങളെ വേർതിരിക്കുന്ന പ്രതിഭാസമാണ്. ആൻസർ ഓപ്ഷൻ സി വിസരണം. ഏതാണ് തരംഗദൈർഘ്യമുള്ള വൈദ്യുതകാന്തിക കിരണങ്ങൾ? തരംഗദൈർഘ്യമുള്ളത് ആരാണ്? ഇൻഫ്രാറെഡ് ആണ്. ആദ്യത്തെ L1 ഉപയോഗിച്ച റോക്കറ്റ് ഇത്. L1 ആദ്യത്തെ ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി PSLV C57 അല്ലേ, L1. കെമിക്കൽ ബോണ്ടിങ് പ്രസ്താവന. കെമിക്കൽ ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണത്? 1ഉം 2ഉം 4ഉം കെമിക്കൽ ബോണ്ട് എന്ന് പറയുമ്പോൾ ഇലക്ട്രോ പോസിറ്റീവ് മൂലകവും ഇലക്ട്രോ നെഗറ്റീവ് മൂലകവും തമ്മിൽ അയോണിക് ബോണ്ട് രൂപപ്പെടുന്നു. പിന്നീട് ഇലക്ട്രോ നെഗറ്റീവ് മൂലകവും കോവാലൻ്റ് ബോണ്ട് രൂപപ്പെടുന്നു. ഇലക്ട്രോ പോസിറ്റീവ് മൂലകവും ലോഹ ബോണ്ടിങ് ആണ്. പോസിറ്റീവും നെഗറ്റീവും അയോണിക് ബോണ്ടിങ്, നെഗറ്റീവ് കോവാലൻ്റ് ബോണ്ടിങ്, പോസിറ്റീവ് ലോഹ ബോണ്ടിങ്. ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം 4ഉം ശരിയാണ്. ഓക്കെ, 1ഉം 2ഉം 4ഉം ശരിയാണ്. 1, 2, 4 ശരിയാണ്. അപ്പോൾ അത് കഴിഞ്ഞെന്ന് തോന്നുന്നു. അത്രയും ഉള്ളൂ. ഓക്കെ, നമുക്ക് നിർത്താം ഇവിടെ. ബാക്കി അടുത്ത ദിവസം എടുത്തു തരാം കേട്ടോ. ഓക്കെ, സി യു.